കൊല്ലത്ത് കെനൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ഡോഗ് ഷോ സംഘടിപ്പിച്ചു. 39 ഇനങ്ങളിൽ 160 നായ സുന്ദരി സുന്ദരന്മാർ മത്സരിച്ചു. ടോയ് ബ്രീഡ് വളർത്തു നായകൾക്ക് കേരളത്തിലും പ്രിയമേറുന്നു. റിപ്പോർട്ട് കാണാം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. നമ്മുടെ കെനൽ ക്ലബിന്റെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സുന്ദരനാണ് നമ്മൾ ഈ കാണുന്ന ബിഷോൺ ഫ്രൈസ് എന്ന് പറയുന്ന ഇനം. ബഗോർ എന്നാണ് ഇവന്റെ പേര്, വിദേശിയാണ്. ഷിറ്റ്സു, ബീഗൾ, ശിവാവ, മിനിയേച്ചർ പൂഡിൽ ഇവരൊക്കെ പാവകളെ പോലിരിക്കുന്ന ടോയ് ബ്രീഡുകൾ. ഈ ഓമന മൃഗങ്ങൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ്. പറഞ്ഞാൽ ഇപ്പോൾ ഷിറ്റ്സു എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. എൻ്റെ വീട്ടിലും ഒന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഷിറ്റ്സുവിനെ കുറിച്ചിട്ട് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഗേളാണ്. ഇപ്പോൾ എനിക്ക് ഒരുങ്ങി നടക്കുന്ന പോലെ തന്നെ ഇതിനെ ഒരുക്കിക്കൊണ്ട് നടക്കാം. അപ്പോൾ കുഞ്ഞിലെ ഒരു ഡോളിനെയൊക്കെ കൊണ്ടു നടക്കണ പോലെ ഇതിനെ കൊണ്ടു നടക്കുന്നത് അസൂയ തോന്നുന്നില്ലേ? ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. നല്ല ആള് നല്ല ഒതുങ്ങി നല്ല ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. നല്ല സുന്ദരിയായിട്ടുണ്ട്. ശരിയാ, എന്റെ മുടിക്ക് ഇതുപോലെ കെട്ടാനൊന്നും ആരുമില്ലല്ലോ. ചെറുതായിട്ട് അസൂയൊക്കെ തോന്നുന്നുണ്ട്. എന്ത് സുന്ദരിയായിട്ടാണല്ലേ എന്നെ ഒരുക്കിയിരുത്തേക്കുന്നത്. കുട്ടിക്കാലത്ത് അതെ 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 നല്ല മക്കളുമാരെ ഒരുക്കുന്ന കണക്കാണ് അതിനെ ഒരുക്കിയേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ലിഥുനിയം ബോട്ടാണ്. ആള് ജൂനിയർ വേൾഡ് വിന്നറാണ്. ആളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഷോറിങ്ങിലൊരു എന്നാ പറയുക, ഫ്ലൈയിങ് മെഷീൻ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. അതായത് അത്യാവശ്യം നല്ല വിന്നിങ് ഉണ്ട്. പുറത്താണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് 3ാമത്തെ ഷോ ആണ്. 2 ഷോയിലും വിന്നിങ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് റിംഗ് ഗ്രൂപ്പ് ഫസ്റ്റ് വന്നിട്ടുണ്ട്. സാധാരണ അതായത് എന്താ പറയുക, ഈ ക്യൂട്ടായിട്ടുള്ള ഡോഗ്സൊക്കെ നോക്കണവർ, ഷിറ്റ്സു അതുപോലത്തെ ബ്രീഡ് നോക്കണവർ ഇപ്പോൾ ബിഷോൺ ആ ബ്രീഡിട്ട് മാറുന്നുണ്ട്. ആകെ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഡോഗാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേറെ നെഗറ്റീവായിട്ട് പറയാനായിട്ട് ആളുടെ ക്യാരക്ടറിലൊന്നും ഉണ്ടാവില്ല. ടോയ് ബ്രീഡുകൾ കൗതുകമാണെങ്കിൽ ശൗര്യക്കാരായ ടസ്കിയും ഗോൾഡൻ റിട്രീവറും ലാബും ഗ്രേറ്റ് ഡെയിൻ, ബുൾ മാസ്റ്റിഫ്, റോഡ് വീലർ നായ്കൾ ഇവയുടെ ഗാംഭീര്യം വിളിച്ചറിയിച്ചു. കുഞ്ഞൻ നായകങ്ങളായ മിനിയേച്ചർ പിൻഷറും സ്പാനിയൽ വിപ്പറ്റ് ഇവയും കാണികൾക്ക് ഹരം പകർന്നു. ഓരോ ഇനങ്ങളും ഒന്നിനൊന്നു മെച്ചം. റൺ, പോസ്റ്റർ, അനുസരണ, പല്ല്, ഷെയ്പ്പ്, ഉയരം തുടങ്ങിയവ പരിഗണിച്ചായിരുന്നു മത്സരം. ഇത്തവണത്തെ ഡോഗ് ഷോ വളരെ ഗംഭീരമായിരുന്നു. നല്ല പ്രതികരണമാണ്. നല്ല കൊല്ലത്തെ നായ്ക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടേക്ക് എത്തി. 160-ൽ നായ്ക്കൾ പങ്കെടുത്തു. 40ഓളം ബ്രീഡുകൾ വന്നു. അതാണ് വളരെ സന്തോഷം. അതിനകത്ത് ഏകദേശം 10ഓളം ഇന്ത്യൻ ബ്രീഡും വന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ശ്രമം. പക്ഷേ ഇത് ഇപ്പം നമ്മൾ ഇത്രയും നല്ലൊരു വേദി ആദ്യമായിട്ട് കിട്ടുന്നത്, ഇത്രയും കാറുകളും ഡോഗ്സും ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതൊരു ഇംപ്രൂവ്മെൻ്റ് ആണ്. ഓരോ പ്രാവശ്യം ഒരു ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ വംശജരായ കാരവൻ സൗണ്ട്, ചിപ്പിപ്പാറ, കൊമ്പൈ, കന്നി, രാജപാളയം തുടങ്ങിയ നായ്ക്കൾ ആകർഷങ്ങളായി. ലോകത്തെ ഏറ്റവും ചെറിയ കുഞ്ഞുനായായ ശിവാമ ഏവരുടെയും മനം കവർന്നു. ഇതാണ് നമ്മുടെ ചൈനയിൽ നിന്ന് വന്ന എൽമർ. അതായത് ഷിറ്റ്സു എന്ന് പറഞ്ഞ ഇനത്തിലുള്ള ഡോഗാണ്. 1.5 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെയാണ് ഇതിൻ്റെ വില. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതുപോലെയുള്ള ടോയ് ബ്രീഡുകൾക്കാണ് പ്രിയമേറുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.